വലിയൊരു നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിപണിയിൽ ഒരു മികച്ചൊരു പ്രകടനത്തിലേക്ക് നീങ്ങി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന നിക്ഷേപം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നേരിയ തോതിൽ ലാഭമെടുക്കാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയെങ്കിൽ കൂടിയും വിപണിയിലെ മൊത്തത്തിലുള്ള മുന്നേറ്റത്തെ അത് ബാധിച്ചില്ല. മുൻനിര സൂചികകളിലെല്ലാം നല്ലൊരു നേട്ടമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലാണ് ഏറ്റവും മികച്ച ഒരു നേട്ടം കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായത്. സർവകാല റെക്കോർഡ്, അതായത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിനടുത്തേക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ സൂചിക എത്തുകയുണ്ടായി. രണ്ടാന്തര ചെറുകിട ഓഹരികളിലും ഏതാണ്ട് സമാനമായ രീതിയിലൊരു നിക്ഷേപ താല്പര്യം പ്രകടമാവുകയും ചെയ്തു. മുൻനിര സൂചികയായി നിഫ്റ്റി 23,800 എന്നുള്ള പ്രധാന സാങ്കേതികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു നിലവാരത്തിന് മുകളിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഇടയ്ക്കിടെ മാറിയും മറിഞ്ഞും വരുന്നത് വിപണി വേണ്ട രീതിയിൽ അത് ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇനി അത്തരം ഒരു പ്രഖ്യാപനങ്ങൾക്കോ സൂചനകൾക്കോ വിപണിയെ സ്വാധീനിച്ചേക്കാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ ആണ് വിപണിയിൽ ഇപ്പോൾ കാണുന്ന ഒരു നിക്ഷേപ താല്പര്യം തുടരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ആഭ്യന്തര ഘടകം എന്ന നിലയ്ക്ക് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വളരെ നിർണായകമായേക്കാം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇൻഫോസിസിന്റെ പ്രവർത്തന ഫലം വരുമാനത്തിൽ വർധനവുണ്ടായെങ്കിൽ കൂടിയും ലാഭത്തിൽ നേരിയ കുറവായിരുന്നു. പ്രത്യേകിച്ചും തൊട്ട് അതേ വർഷത്തെ തൊട്ട് മുൻപാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായാലും കൂടുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഈ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. അതിന്റെ സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷിക്കും വേണം. ഇനി 24,200 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് സാങ്കേതികമായി പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്.